പ്രതികളുടെ കൂടെയാണ് സർക്കാർ എപ്പോഴും നിൽക്കുന്നത് എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. അവരിപ്പോഴും സർക്കാരിന് മുന്നിൽ ഒരു സമരത്തിന് ഇറങ്ങേണ്ട ഒരു ഗതികേടിലാണ് അവർ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പരാതി അവർ ഉന്നയിച്ചപ്പോൾ അവരുടെ കൂടെ എത്ര പേർ നിന്നു എന്നുള്ളതാണ്. അവരുടെ ഒരു ആത്മാവിനെ കൂടി പിച്ച് ചീന്തുന്ന എല്ലാ അർത്ഥത്തിലും അങ്ങനെ അവരെ ഇല്ലാതാക്കുന്ന, അവിടെ നിന്നാണ് ഇവർ ഈ നിയമ പോരാട്ടം നടത്തുന്നത്. നമസ്കാരം, വനിതാ ജംഗ്ഷനിലേക്ക് സ്വാഗതം. ICU പീഡനക്കേസിൽ അതിജീവിത നീതി തേടി വീണ്ടും പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിയിരിക്കുകയാണ്. കേസിൽ നിന്ന് പിന്മാറാൻ ഭീഷണിപ്പെടുത്തിയ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ജീവനക്കാർ വീണ്ടും മെഡിക്കൽ കോളേജിലേക്ക് തിരിച്ചെത്തി ജോലിയിൽ പ്രവേശിപ്പിച്ചതിന് എതിരെയാണ് അതിജീവിതയുടെ പ്രതിഷേധം. പ്രതിഷേധത്തിനൊടുവിൽ അവരെ അറസ്റ്റ് ചെയ്യുന്നു. നീതി ലഭിച്ചിട്ടില്ലെന്നും പോരാട്ടം തുടരുമെന്നും ഈ സമൂഹത്തോട് ഉറക്കെ വിളിച്ചു പറയുകയാണവർ. എത്ര നാൾ തുടരേണ്ടി വരും അതിജീവിതമാർക്ക് ഈ പോരാട്ടം? പ്രതികളായ 5 പേരെ തിരിച്ചെടുത്തത് അപ്പം ഭയങ്കര വിഷമം തോന്നി, ഒരു നാണക്കേട്, എനിക്ക് തന്നെ ഒരു നാണക്കേട് തോന്നി. കാരണം പ്രതികളെ സംരക്ഷിക്കാനാണ് എപ്പോഴും സർക്കാർ ശ്രമിക്കുന്നത്. ഞാൻ ഒരുപാട് പരാതി കൊടുത്തിട്ടും എല്ലാ വിധത്തിലും മുഖ്യമന്ത്രിയെ കണ്ട്, ആരോഗ്യമന്ത്രി, അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇങ്ങനെ സ്വന്തം പ്രതികളെ സംരക്ഷിച്ചുകൊണ്ടാണ് ഒരു അതിജീവിത കൂടെ ഉണ്ടെങ്കിൽ അവർ കൂടെ നിൽക്കാത്തതാണ് നല്ലത്. അപ്പോൾ എനിക്ക് എന്തായാലും നീതി കിട്ടാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. ഞങ്ങൾ പരാതി കൊടുത്തത് സർക്കാരിനാണ്. അപ്പോൾ അതിൽ അവരെന്താ തീരുമാനം എടുക്കുന്നത്? കോടതിയിൽ നടക്കുന്ന കേസാണ്. അപ്പോൾ അതിൽ അവരെന്താ തീരുമാനം എടുക്കുന്നത് ഞങ്ങൾക്കറിയണം. ഇങ്ങനെ ജോലി തിരിച്ചെടുത്തിട്ടാണോ അവർക്കെതിരെ നടപടി എടുത്തതെന്നുള്ളത് എനിക്ക് എന്തായാലും അതറിയണം. അങ്ങനെയാണോ അവരുടെ ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെ തിരിച്ച് ജോലിയിലേക്ക് എടുക്കുക. ഇനി നിങ്ങൾ തെറ്റ് ചെയ്തോളൂ, അല്ലെങ്കിൽ നിങ്ങൾ കൂടെ ഉണ്ടെന്നാണ്. അവരുടെ പ്രതികളുടെ കൂടെയാണ് സർക്കാർ എപ്പോഴും നിൽക്കുന്നത് എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. എത്ര നാൾ ഈ അതിജീവിതമാർക്ക് ഈ പോരാട്ടം തുടരേണ്ടി വരും എന്നുള്ളതാണ്. ഈ സംഭവം ഉണ്ടാകുന്നത് 2023 മാർച്ച് 18 നമ്മൾ അത്രയും സുരക്ഷിതരാണെന്ന് കരുതുന്ന ഒരു സ്ഥലമാണ് ആശുപത്രി. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ആരോഗ്യപരമായി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിച്ച് പെട്ടെന്ന് ചെല്ലാവുന്നതാണ് ഈ മെഡിക്കൽ കോളേജ് പോലെയുള്ള ആശുപത്രികൾ എന്ന് പറയുന്നത്. നമുക്ക് അല്ലാത്ത എന്തെങ്കിലും നിയമസഹായത്തിനാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് സമീപിക്കാവുന്നതാണ് പോലീസ് സ്റ്റേഷൻ. ഇത് രണ്ടുമാണ് നമ്മൾ പെട്ടെന്ന് കടന്ന് ചെല്ലുന്നത്. ആ ഒരു സ്ഥലത്ത് വെച്ചാണ് നമ്മുടെ ജീവൻ പോലും നമ്മളുടെ മെഡിക്കൽ കോളേജിൽ, അതുപോലെ ആശുപത്രിയിലെ ഡോക്ടർമാരെയും അവിടുത്തെ സ്റ്റാഫിനെയൊക്കെ വിശ്വസിച്ചേൽപ്പിച്ച് അത്തരത്തിൽ നമ്മൾ അത്രയും സുരക്ഷിതമായി എന്ന് കരുതുന്ന ഇടത്ത് നിന്നാണ് ഇത്തരത്തിലൊരു പീഡനം അവർക്ക് ഏൽക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ്. അവർക്ക് പീഡനത്തിന് ശേഷം ഉണ്ടാകുന്ന ഒരു മെൻ്റൽ ട്രോമ നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്താണ്. അവിടെ നിന്നും അവർ നടത്തിയ നിരന്തര പോരാട്ടത്തിൻ്റെ ഒടുവിലാണ് അവർക്ക് അവരോട് ആ ക്രൂരകൃത്യം ചെയ്ത ആ അറ്റൻഡറെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക എന്നുള്ള നടപടി. അവിടെയും തീർന്നില്ല. അതിനുശേഷവും ഇവർക്ക് ഈ സിസ്റ്റവുമായി നിരന്തരം ഇടപെട്ട് ഈ പോരാട്ടം നടത്തുകയാണ് അവർ. അതിനൊടുവിലാണ് ഇവരെ ഈ കേസിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയ ഈ മെഡിക്കൽ കോളേജിലെ തന്നെ ജീവനക്കാരെ മറ്റ് മെഡിക്കൽ കോളേജുകളിലേക്ക് സ്ഥലം മാറ്റുന്ന നടപടികളടക്കം ഉണ്ടായത്. പക്ഷേ അവിടെ പിന്നെ അവർ പരാജയപ്പെടുകയാണ്. ട്രിബ്യൂണലിൽ നിന്ന് അനുമതി നേടിക്കഴിഞ്ഞ് അവർ വീണ്ടും ജോലിയിൽ പ്രവേശിക്കുകയാണ്. ഇത്രയും നാൾ അവർ നടത്തിയ ആ പോരാട്ടത്തിനൊക്കെ തിരിച്ചടിയായിട്ടാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അവർ ഈ അറ്റൻഡറെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടുകൊണ്ട് അന്നിറക്കിയ ഉത്തരവിൽ പറയുന്നുണ്ടായിരുന്നു, ഈ സർക്കാരിൻ്റെ ഈ ആരോഗ്യ വകുപ്പിൽ ഇത്തരത്തിലുള്ള ഒരു ദുരനുഭവം വച്ചുപുറപ്പിക്കില്ല, ഇത് ഒരിക്കലും നീതീകരിക്കാനാവാത്തൊരു നടപടിയാണ്. പക്ഷേ ആ ഇരയ്ക്ക് പിന്നീട് നീതി കിട്ടിയോ എന്നുള്ളതാണ്. നമുക്ക് ഇനി എത്ര നാൾ ഇവർക്ക് ഈ പോരാട്ടം തുടരേണ്ടി വരും എന്നുള്ളത് തന്നെയല്ലേ ചോദ്യമായി വരുന്നത്. തീർച്ചയായും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ICU പീഡന കേസിലെ അതിജീവിത മാത്രമല്ല, ഇത്തരം ദുരനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാ സ്ത്രീകൾക്കും ഒരു വലിയ നിയമ പോരാട്ടം നടത്തേണ്ട ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഇപ്പം നമ്മൾ ICU പീഡന കേസ് പറയുമ്പോൾ ഇപ്പം മായ സൂചിപ്പിച്ച പോലെ തന്നെ ആ കേസിൻ്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും സ്വാഗതാർഹമായ തീരുമാനമായിരുന്നു അവർ ഫൈറ്റ് ചെയ്ത് ആ അറ്റൻഡറെ സർവീസിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളത്. പക്ഷേ അതോടൊപ്പം തന്നെ ഉണ്ടായിരുന്ന 5 ജീവനക്കാരെയാണ് ഈ വകുപ്പ് തല അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അവരെ വിവിധ സ്ഥലങ്ങളിലേക്ക് മാറ്റുകയും ഇപ്പോൾ അവർ തിരിച്ച് ആ
മെഡിക്കൽ കോളേജിലേക്ക് വന്നതാണ് ഇപ്പോൾ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം. അവർ വീണ്ടും ആ സ്ഥലത്തേക്ക് വരുമ്പോൾ തനിക്ക് പൂർണ്ണമായി നീതി ലഭിച്ചില്ല എന്ന് പറഞ്ഞാണ് ഈ അതിജീവിത വീണ്ടും പ്രതിഷേധവുമായി മുന്നോട്ട് വരുന്നത്. മായ സൂചിപ്പിച്ച പോലെ തന്നെ 2023 മാർച്ച് 18 ഇങ്ങനെയൊരു സംഭവം. അതായത് നമ്മൾ തൈറോയിഡ് ഓപ്പറേഷൻ കഴിഞ്ഞ് തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന ഒരാൾക്കാണ് ഇതൊരു അനുഭവം നേരിടേണ്ടി വന്നിട്ടുള്ളത്. അതിൽ ഈ പറഞ്ഞ പോലെ ആരോഗ്യമായ സുരക്ഷ മാത്രമല്ല, എല്ലാ അർത്ഥത്തിലും സുരക്ഷ ഉണ്ട് എന്ന് നമ്മൾ സാധാരണക്കാരായ ജനങ്ങൾ എന്നും വിശ്വസിച്ച് വന്നിരുന്ന ഒരു സ്ഥലത്താണ് അവർക്ക് ഏറ്റവും അതിക്രൂരമായ ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. അവരുടെ കൂടെ എത്ര പേർ നിന്നു എന്നുള്ളതാണ്. നമ്മളൊരു സിസ്റ്റത്തിൻ്റെ തകരാറ് പറയുമ്പോൾ ഒരു സിസ്റ്റം മാത്രമല്ല, ഒരു എൻ്റയർ സിസ്റ്റം മുഴുവൻ അവർ ഉന്നയിക്കുന്ന വാദങ്ങളെ എതിർക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആയാലും അതിനുശേഷം ആ അന്വേഷണം നടന്നപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നായാലൊക്കെ അവർക്ക് എതിരെയുള്ള ഒരു നടപടിയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ ഒരു വലിയ നിയമ പോരാട്ടം അവർ നടത്തിയിട്ടാണ് ഈ അറ്റൻഡറെ പിരിച്ചുവിടുകയും അതുപോലെ തന്നെ ഈ വകുപ്പ് തല അന്വേഷണത്തിൻ്റെ ഭാഗമായി പലർക്കും പലയിടങ്ങളിലേക്കും പോകേണ്ടി വന്നിട്ടുള്ളത്. നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒരു 2 വർഷത്തോളം ഇതിന് പിന്നിൽ അവർക്ക് തെരുവിൽ ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട് ഒരു അന്വേഷണ റിപ്പോർട്ടിൻ്റെ ഭാഗമായി. അപ്പോൾ ഏതൊരു സ്ത്രീ ആയാലും അവർക്ക് നേരിടുന്ന ഒരു ദുരവസ്ഥ പറയുമ്പോൾ എല്ലാവരും നേരിടുന്നത് ഈ സാഹചര്യമാണ്. ഈ അതിജീവിതം മാത്രമല്ല, കേരളത്തിലായാലും എവിടെയായാലും നമ്മൾ ഇത്തരത്തിൽ ദുരനുഭവമുള്ള ഇപ്പോൾ ലൈംഗിക പീഡനമായാലും മറ്റ് എന്ത് പീഡനമായാലും നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ്. അതായത് അവർക്കൊരു തീവ്രമായിട്ടുള്ള ഒരു ക്രോമ സ്റ്റേജിലൂടെ അവർ കടന്നു പോകുമ്പോഴും അതിനെല്ലാം വെല്ലുന്ന ഒരു ആത്മധൈര്യത്തോടുള്ള ഒരു പോരാട്ടം അവർ നടത്തിയിട്ടുണ്ട്. പിന്നീട് അവർക്ക് മുഖ്യമന്ത്രിയെ വന്ന് കാണേണ്ടി വന്നു, ആരോഗ്യമന്ത്രിയെ കാണേണ്ടി വന്നു, DGP എല്ലാം കണ്ട ശേഷം മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇടപെടലുണ്ടായി. അങ്ങനെ വർഷങ്ങൾ നീണ്ട ഒരു പോരാട്ടത്തിന് ശേഷമാണ് അവർക്ക് ഒരു പൂർണ്ണമായി നീതി ലഭിച്ചില്ല എന്ന് പറയെങ്കിൽ കൂടി ഈ അറ്റൻഡറെ പുറത്താക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയത്. ഇപ്പോൾ ട്രിബ്യൂണലിൻ്റെ വിധിയാണ് വന്നിട്ടുള്ളത്. അതിൽ നമുക്ക് സ്വാഭാവികമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതൊരു കോടതി വിധി പോലുള്ളൊരു സംഭവമാണ്. അപ്പോൾ ജീവനക്കാർ തിരിച്ചവിടേക്ക് വരുന്നു. പക്ഷേ അപ്പോഴും അവർ മെഡിക്കൽ കോളേജിൽ പ്രതിഷേധം നടത്തുമ്പോഴും അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുമ്പോഴും അവർ ആ നിയമ പോരാട്ടം തുടരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം അവർ അത്രത്തോളം വലിയ അവരുടെ ഒരു നീതിക്കായിട്ടുള്ളൊരു വലിയ പോരാട്ടം നടത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ അപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള അതിജീവിതന്മാരെല്ലാവരും അവരുടെ ദുരനുഭവം പറഞ്ഞ് പുറത്തേക്ക് വരികയും അല്ലെങ്കിൽ ഒരു നിയമ പോരാട്ടം നടത്തുകയും എല്ലാം ചെയ്യുമ്പോൾ അവർ വീണ്ടും വീണ്ടും ഈ സമൂഹത്തിന് മുന്നിലും അല്ലെങ്കിൽ വീണ്ടും വീണ്ടും അപമാനിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ കേസിലല്ല, എല്ലാ കേസുകളിലും അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ദുരനുഭവം നേരിട്ട സ്ത്രീകൾക്ക് അത് പുറത്ത് പറയാനും അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ആത്മധൈര്യത്തോടു കൂടി നിയമ പോരാട്ടം നടത്താനൊക്കെ അല്ലെങ്കിൽ അവർ നേരിടുന്ന പല വെല്ലുവിളികളുണ്ട് അവരുടെ ജീവിതത്തിൻ്റെ പല പല ഘട്ടങ്ങളിലൂടെ. അപ്പോൾ ഓരോ സ്ത്രീകളും അങ്ങനെ തന്നെയല്ലേ നേരിടുന്നത്. കാരണം വീണ്ടും വീണ്ടും അവർ സമൂഹത്തിന് മുന്നിൽ അപമാനിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ അതിജീവിതം തന്നെ പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രിയെ കാണുമ്പോഴും ആരോഗ്യമന്ത്രിയെ കാണുമ്പോഴും അവർക്ക് അനുകൂലമായ നിലപാട് അല്ലെങ്കിൽ അവരോട് പൂർണ്ണമായി സഹകരിക്കുന്ന ഒരു സമീപനമാണ് അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അതിന് താഴോട്ട് ചെല്ലുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം. അപ്പോൾ വീണ്ടും വീണ്ടും അവരെ അപമാനിക്കപ്പെടുകയല്ലേ. ഇവർ മാത്രമല്ല, ഇങ്ങനെ ദുരനുഭവമുള്ള ഏതൊരു സ്ത്രീയും ഇത്തരത്തിലൊരു പ്രശ്നം പുറത്തേക്ക് പറഞ്ഞു വരുമ്പോൾ അപ്പോൾ അതെത്രത്തോളം അല്ലെങ്കിൽ സ്ത്രീകൾ പലരും ഇത് പുറത്ത് പറയാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവരുടെ ജീവിതത്തിൽ പിന്നെ അവർ നേരിടുന്ന പ്രതിസന്ധികളും വെല്ലുവിളികളൊക്കെ ഇതിനൊരു പ്രധാന കാരണമാണല്ലോ. തീർച്ചയായും ഇതിപ്പോൾ ഈ ICUവിലുണ്ടായിരുന്ന പീഡനം അത് ശരിക്കും ഒരു ശാരീരികമായുള്ള ഒരു ആക്രമണം കൂടിയല്ല, അത് മാനസികമായിട്ട് കൂടിയുള്ളതാണ്. അവരുടെ ഒരു ആത്മാവിനെ കൂടി പിച്ച് ചീന്തുന്ന എല്ലാ അർത്ഥത്തിലും അങ്ങനെ അവരെ ഇല്ലാതാക്കുന്ന അവിടെ നിന്നാണ് ഇവർ ഈ നിയമ പോരാട്ടം നടത്തുന്നു എന്നുള്ളതാണ്. ഇതേ കേസിൽ തന്നെയാണ് നമുക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം കത്രിക വയറ്റിനുള്ളിൽ കുടുങ്ങിയ ആ ഒരു സംഭവം. അവർ നിരന്തരം നടത്തിയ ഒരു പോരാട്ടത്തിനൊടുവിലാണ് അതിനുശേഷം അവർക്ക് 8ഓളം ഓപ്പറേഷനുകൾ നടത്തേണ്ടി വന്നു. പിന്നെ അവർ ശാരീരികമായി തളർന്നുപോയി. പിന്നെ അവർ വീണ്ടും തെരുവിലിറങ്ങിയിരിക്കുകയാണ്. അവർക്ക് നീതി നിഷേധമാണ്, അവർക്ക് നീതി ലഭിച്ചില്ല എന്ന് പറഞ്ഞു. കാരണം അവർക്ക് അതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 8ഓളം ശസ്ത്രക്രിയകൾ നടത്തേണ്ടി വന്നു. അതിനുശേഷം അവർ ശാരീരികമായി തളർന്നു. അവർക്കൊരു ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയായി. അവരുടെ കുഞ്ഞുങ്ങളുടെ പഠനം നിലച്ചു. അപ്പോൾ അവർക്ക് മുന്നോട്ട് പോകാനൊരു വഴിയില്ല. അവർ സർക്കാരിനോട് നഷ്ടപരിഹാരം ചോദിച്ച് അവർക്ക് അതും ലഭിക്കുന്നില്ല. ഈ സിസ്റ്റത്തിൻ്റെ കുഴപ്പം എന്നൊക്കെ പറഞ്ഞ് ആരോഗ്യമന്ത്രി അടക്കം പഴിചാരുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടിയും ഇവർക്ക് നീതി ലഭിക്കേണ്ട സിസ്റ്റമാണ് ഇവർക്കെതിരെ മുഖം തിരിഞ്ഞു നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അവർ ആ നഷ്ടപരിഹാരത്തിന് വേണ്ടി അവരിപ്പോഴും സർക്കാരിന് മുന്നിൽ ഒരു സമരത്തിന് ഇറങ്ങേണ്ട ഒരു ഗതികേടിലാണ് അവർ. നമ്മുടെ ഈ തിരുവനന്തപുരം
മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഒരു വയറ്റിൽ കുടുങ്ങിയ ഒരു സംഭവം, അതും ഇത് കുടുങ്ങിയതിന് ശേഷം പിന്നെയും 2 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഈ വയറാണ് കുടുങ്ങിയത് എന്ന് മനസ്സിലാകുന്നത്. പിന്നെയും ഈ ഒരു നിസ്സംഗ മനോഭാവമാണ് അധികൃതർക്ക്. കുറച്ച് 2 കൊല്ലം വയറ്റിൽ കുടുങ്ങിയ ആ വയറ് പിന്നെ എന്താ കുറച്ചൊരു 4 മാസം കൂടി നിന്ന് കഴിഞ്ഞ് 4 മാസത്തിന് ശേഷമാണ് ഈ പരാതി കൊടുത്തതിന് ശേഷം അന്വേഷണം പോലും നടക്കുന്നത്. അതിനുശേഷം എന്താ ഒരു വളരെ വിചിത്രമായ വാദമാണ് ആരോഗ്യവകുപ്പിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായത്. വയറ് കുടുങ്ങിക്കിടന്ന കുഴപ്പമില്ല എന്നുള്ള ആ ഒരു വാദങ്ങളൊക്കെ ഇത് നമ്മൾ ആരോട് പോയി പറയും എന്നുള്ളതാണ്. നമുക്ക് നീതി തരേണ്ടവർ തന്നെ ഇത്തരത്തിൽ അലംഭാവം കാണിക്കുമ്പോൾ ഈ സാധാരണക്കാരായ ആളുകൾ ആർക്കു മുന്നിൽ ഒരു സഹായത്തിനായി അഭ്യർത്ഥിക്കണം എന്നുള്ളൊരു ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അതാ പറഞ്ഞത്, അതായത് നീതി നൽകേണ്ടവർ നീതി നിഷേധിക്കുക എന്നുള്ള കാര്യമാണ്. ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സംഭവം പറയുമ്പോൾ ഇവർ ഈ പരാതി ഉന്നയിക്കുമ്പോൾ ഇവരെ പരിശോധിക്കാൻ പോകുന്ന ഗൈനോക്കോളജിസ്റ്റ് അവരുടെ ഭാഗത്ത് നിന്ന് വലിയൊരു വീഴ്ച സംഭവിച്ചു. കാരണം അവർക്ക് അത്രത്തോളം പരിചയസമ്പന്നയായിരുന്നില്ല അവർ. പിന്നീട് അവരെ പിന്തുണച്ച നേഴ്സിൻ്റെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. അനിത എന്ന് പറയുന്ന നേഴ്സിനെ ഈ സർക്കാർ തന്നെ പലയിടങ്ങളിലേക്ക് സ്ഥലം മാറ്റുകയും പിന്നീട് അവർ അനുകൂല ഉത്തരവുമായി ആ മെഡിക്കൽ കോളേജിലേക്ക് തന്നെ വരികയും ചെയ്യുന്ന സാഹചര്യം. ഈ വകുപ്പ് ഉദ്യോഗസ്ഥരെ എന്ന് പറയുന്നതിൽ കൂടുതലും സ്ത്രീകളാണ്. അപ്പോൾ അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവരുടെ ഒപ്പം നിൽക്കേണ്ടവർ പലരും സ്ത്രീകളായിട്ട് പോലും ഇവരെ പിന്തുണച്ചില്ല എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു സ്ത്രീയായിട്ട് മന്ത്രിയാണ്. പിന്നീട് ഈ മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായിട്ട് പിന്നീട് ഇവർ അന്വേഷണത്തിന്റെ ഭാഗമായി പോകുന്നത് പോലീസിലേക്കാണ്. അവിടെ നിന്ന് അവർക്ക് താഴേക്കിടയിലൊക്കെ അവർ നേരിട്ടത് വലിയ അപമാനവും അതുപോലെ തന്നെ പലതരത്തിലുള്ള പോരാട്ടം അവർക്ക് നടത്തേണ്ടി വന്നു. പിന്നീട് ഒരു ഉയർന്ന തലത്തിലേക്ക് വരുമ്പോൾ ഹർഷിത അട്ടല്ലൂരിയെ പോലുള്ള ആളുകളാണ് അവരെ സഹായിച്ചത്. അപ്പോൾ ആ രീതിയിൽ നിയമ പോരാട്ടം തുടർന്നാണ് അവർ അല്പമെങ്കിലും തനിക്ക് നീതി ലഭ്യമായി എന്ന് പറയുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഇവർ അനുകൂല ഉത്തരവെല്ലാം സംഘടിപ്പിച്ച് വീണ്ടും ഈ മെഡിക്കൽ കോളേജിലേക്ക് വരികയും അപ്പോഴും അവർ പറയുന്നു പൂർണ്ണമായി നീതി ലഭിച്ചിട്ടില്ല, ഇപ്പോഴും സർക്കാർ ഇരയ്ക്കൊപ്പമല്ല വാദികൾക്കൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞ് വീണ്ടും നിയമ പോരാട്ടം നടത്താനുള്ള തീരുമാനം. അപ്പോൾ ഈ കോഴിക്കോട് ICU പീഡന കേസ് മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്ത് ഇതുപോലെ ഇപ്പോൾ ലൈംഗികമായാലും അല്ലെങ്കിൽ ഏത് രീതിയിലും പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. കാരണം അവർക്ക് ഒരു ദുരനുഭവം ഉണ്ടായാൽ അത് നീതി കിട്ടണമെങ്കിൽ നിയമ പോരാട്ടം ഒരു ജീവിതകാലം ഉടനീളം നടത്തേണ്ട ഒരു സാഹചര്യം. മാത്രവുമല്ല അവർ ഈ പറയുന്ന എല്ലാ സിസ്റ്റത്തിൻ്റെയും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെയും എല്ലാം അപമാനം ഏറ്റുവാങ്ങേണ്ട ഒരു സാഹചര്യവുമാണ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഒരു ഇരയ്ക്ക് നീതി കിട്ടാതെ പോകുന്നിടത്ത് നാളെ മറ്റൊരിര കൂടി ജനിക്കുകയാണ്. സുരക്ഷിത സമൂഹം എന്നിടത്ത് നിന്ന് ഇടയ്ക്കിടെ അതിക്രമങ്ങളും നീതി നിഷേധവും നടക്കുമ്പോൾ ഭരണ സംവിധാനത്തിന് അതെങ്ങനെ കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയും? നിരന്തരം പ്രതിഷേധിച്ചും പോരാടിയാലും മാത്രമേ നീതി ലഭിക്കൂ എന്ന അവസ്ഥ മാറിയേ മതിയാകൂ.